ഓൾമോസ്റ്റ് അധികം ആൾക്കാർക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ കറിവേപ്പിലിന്റെ വില ഉണ്ടാവുള്ളൂ. ഗൾഫിലുള്ള ആൾക്കാർ പറഞ്ഞ ഒട്ടുമിക്ക ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പണിക്ക് പോവുക, റൂം പോവുക, കടന്നുറങ്ങുക. എന്ത് അല്ല വെറും പണി മാത്രം എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളന്ന് കുപ്പി തന്നെ പോതോ. ₹1 ഇവിടെ ചെലവാക്കാത്ത ആൾക്കാരില്ലേ? ഒരു നല്ല ഡ്രസ്സ് മേടിക്കില്ല, നല്ല ഭക്ഷണം, ഒരു കാര്യം ചെയ്യേണ്ട, എല്ലാം അങ്ങനെ ഉറുമ്പ് കൂട് കൂട്ടി വെക്കുന്ന പോലെ വെക്കും. നമ്മളിപ്പോ ചെലവാക്കിട്ട് നമ്മളിപ്പോ പണിയെടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ചെലവാക്കിട്ട് ഒരു എടുത്തു വെക്കാൻ ഇല്ലാത്ത അവസ്ഥ അത് ഓക്കെ, ശരി. അല്ല ശരി, ആയിക്കോട്ടെ. ഈ പൈസയൊക്കെ ഇവിടെ നിന്ന് ₹1 ചെലവാക്കാണ്ട് ഈ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെ എന്താ ചെയ്യണത്? നാട്ടില് അടിപൊളി വീട് കയറ്റും, ലക്ഷങ്ങളും കോടികളുടെയും വീട് കയറ്റും. അതിനും മറ്റേ ഗ്രാനൈറ്റും ടൈൽസും അതൊക്കെ എല്ലാം വില കൂടിയത്. എന്നിട്ട് ഇവിടെ കിടക്കണതോ വല്ല ക്യാമ്പിൽ വല്ല ഡബിൾ കട്ടിലിന്റെ മുകളിലോ അല്ലെങ്കിൽ എന്താ പറയാ ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാരുള്ള ക്യാമ്പുകളില് നടന്നുള്ള കാര്യം തന്നെയല്ലേ സംഭവം. ഇവിടെ ₹1 ചെലവാക്കാണ്ട് ഒക്കെ നാട്ടിക്കാണ്ട് എടുത്ത് വെച്ചിട്ട് സ്വന്തം ജീവിക്കാൻ മറക്കൂ അല്ലെ? സ്വയമായിട്ട് ജീവിക്കണല്ലോ, എല്ലാവരും ജീവിക്കുന്നത് ഒക്കെ നാളേക്ക് വേണ്ടി എടുത്ത് വെക്കും. എന്നിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോഴോ ജീവിക്കാൻ പോകുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കും. ആ പണിയെടുക്കുന്ന ₹1 നമ്മൾ ചെലവാക്കാണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നാട്ടിൽ പറഞ്ഞ കോടികളുടെ ലക്ഷങ്ങളുടെയൊക്കെ വീട് കെട്ടിയിട്ട് ആ വീട്ടില് മറ്റേ മനസമാധാനത്തോടെ പോയിട്ട് ഒരു വർഷം കടന്നുറങ്ങാൻ പറ്റുമോ? ഉറങ്ങുന്നുണ്ട് ആരെങ്കിലും? ഉണ്ടാ? ഞാൻ ആലോചിക്കാണ്. എന്താ ആലോചിക്കുന്നത്? നമ്മുടെ അറിവിൽ എത്ര ആൾക്കാരുണ്ട് കിട്ടുന്ന പൈസ അങ്ങനെ എടുത്ത് വെച്ച് സേവ് ചെയ്യുന്ന ആൾക്കാർ? സേവ് ചെയ്തിട്ട് അവർ എന്താ ഉണ്ടാക്കുന്നത്? സ്ഥലവും വീടും വെക്കും. ആരെ പറയുന്ന ഒരു ഫോർച്യൂണർ കഴിഞ്ഞ പോക്ക് പോയിട്ട് നാട്ടിൽ പോയിട്ട് ഒരു ഫോർച്യൂണർ വാങ്ങി പോന്ന ഫോർച്യൂണർ വാങ്ങിയിട്ട് നാട്ടിലും വെച്ചിട്ട് വലിയ തള്ളു. ഞങ്ങൾ പറയുന്ന കഴിയട്ടെ ഫോർച്യൂണർ വാങ്ങിയിട്ട് ഒരു മാസം തികച്ച് ഓട്ടാണ്ട് ജ്യേഷ്ഠന് അനിയന് ഇവിടെയാണല്ലേ ആടെ വണ്ടി കയറ്റി വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന് തള്ളുകണ്ട. ശരി, ആയിക്കോട്ടെ. അല്ല, ഞാൻ അവിടെ ഫോർച്യൂണർ വാങ്ങിയാലും ഞാൻ ഇവിടെ വന്നിട്ട് ദാരിദ്ര്യം കാണിക്കണ്ടോ? ഉണ്ടോ? ഇവിടെ ഞാൻ പൈസ ചെലവാക്കണ വല്ല മടി കാണിക്കണ്ടോ? പിന്നെപ്പോ എന്താ? എല്ലാരുടെ അവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് ജീവിക്കേണ്ട സമയത്ത് നമ്മൾ ജീവിക്കണം. ഇപ്പൊ എന്താ കാണുന്നത്? ഇപ്പൊ എന്റെ ആ ഒരു ഇതിലേക്ക് ഞങ്ങളും കൂടി കൂട്ടുകയാണ്. നല്ല കാര്യല്ലേ? പറയുന്നത് നമുക്ക് ഇവന് നാട് കടത്തിയല്ല നാട്ടിൽ പോയിട്ട് ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കല്ലേ, റൂം വേറെ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കട മാറ്റി അങ്ങനെ എന്തെങ്കിലും തീരുമാനം മാറ്റണം. ഇവരുള്ളവർക്ക് നടക്കൂല. ഇവൻ മാറണോ ഞങ്ങൾ മാറണോ? ചില കുളത്തിലുണ്ട് ചണ്ടി വന്ന് കുടുങ്ങിയ പോവാൻ പണിയാ. അതേമാതിരി കുളച്ചണ്ടിയാ. എടാ ഞാൻ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പുറലോകം കണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പുറലോകം കാണുക? നിങ്ങൾ രാവിലെ നീച്ച് പീടിയേക്ക് വരും, രാത്രി റൂം പോവും, കടന്നുറങ്ങും. ആകെ വന്നിട്ട് ഗൾഫിൽ വന്നിട്ട് റോയ്സ് മാത്രം കണ്ട ഓന പുറലോകം അല്ല, റുവൈസ് വാങ്ങി റുവൈസ് ഓക്കെ. ഈ റുവൈസിൽ നമ്മൾ കയറാത്ത ഹോട്ടലുകൾ ഉണ്ടാ? നമ്മൾ കഴിക്കാത്ത ഭക്ഷണം ഉണ്ടാ? ഇതൊക്കെ ആര് കാരനാണ്? അപ്പൊ എന്നോട് നിങ്ങൾ സ്മരിക്കണം.